നമസ്കാരം. ലോകത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിലൊന്ന് ദുബായ് ആണ്. ഉയർന്ന ശമ്പളവും ജീവിത നിലവാരവും എല്ലാം ദുബായ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. തൊഴിൽ തേടിയും നിക്ഷേപത്തിനുമായി ദുബായിൽ താമസിക്കുന്ന വിദേശികളുടെ എണ്ണത്തിൽ വലിയ വർധനയാണുള്ളത്. അതുകൊണ്ട് തന്നെ ദുബായിയുടെ ജനസംഖ്യ ദിവസം തോറും വർദ്ധിച്ചു വരുന്നു. ഇത്രയും കർശന നിയമമുള്ള ദുബായിൽ പോലും റോഡ് അപകടങ്ങൾ തുടർക്കഥയാകുകയാണ്. അതിനാൽ ദുബായ് നിയമം കർശനമാക്കുകയാണ്. റോഡ് നിയമത്തിൽ ചില മാറ്റങ്ങളും നിയന്ത്രണങ്ങളും എല്ലാം ദുബായ് കൊണ്ടുവരികയാണ്. ഷാർജയിലേക്കുള്ള എമിറേറ്റ്സ് റോഡിൽ അടുത്ത മാസം മുതൽ ട്രക്കുകളെ നിയന്ത്രിക്കുമെന്നാണ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അൽ അവീർ സ്ട്രീറ്റിനും ഷാർജയ്ക്കും ഇടയിൽ വൈകിട്ട് 5:30 മുതൽ രാത്രി 8:30 വരെയാണ് നിയന്ത്രണം കൊണ്ടുവരുന്നത്. എമിറേറ്റിലെ പ്രധാന റോഡുകളിൽ തിരക്കേറിയ സമയങ്ങളിൽ ട്രക്ക് നിരോധനം വ്യാപിപ്പിക്കാനുള്ള അതോറിറ്റിയുടെ ശ്രമങ്ങളുടെ ഭാഗമായാണിത്. ഗതാഗത സുരക്ഷ മെച്ചപ്പെടുത്താനും ഗതാഗതക്കുരുക്ക് കുറയ്ക്കാനും സ്വകാര്യ വാഹനങ്ങൾക്ക് വളരെ സുഗമമായി കടന്നുപോകാനും ഈ തീരുമാനത്തിലൂടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എമിറേറ്റ്സ് റോഡിന് പകരമായി ട്രക്കുകൾ ബദൽ റൂട്ടുകളിലേക്ക് വഴിതിരിച്ചു വിടാനാണ് തീരുമാനം. ട്രക്ക് നിരോധിത മേഖലകളുടെ തുടക്കത്തിലും അവസാനത്തിലും അടയാള ബോർഡുകൾ സ്ഥാപിക്കും. കൂടാതെ സമൂഹ മാധ്യമങ്ങളിലൂടെ ക്യാമ്പയിനുകൾ, പരസ്യങ്ങൾ, റേഡിയോ സന്ദേശങ്ങൾ എന്നിവ വഴി ട്രക്ക് നിയന്ത്രണങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ അറിയിക്കുമെന്നും അധികൃതർ പറയുന്നുണ്ട്. ഗതാഗത സുരക്ഷ ഉറപ്പാക്കുന്നതിന് വിശദമായ എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യകളുടെ അടിസ്ഥാനത്തിലാണ് എമിറേറ്റ്സ് റോഡിൽ തിരക്കേറിയ 2.5 മണിക്കൂർ ട്രക്കുകൾ നിരോധിക്കാൻ തീരുമാനിച്ചത്. ഇതിലൂടെ റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഗതാഗത തിരക്ക് കൂടുതലുള്ള സമയങ്ങളിൽ ട്രക്കുകൾ നിരോധിക്കുന്നതോടെ വാഹനാപകടങ്ങളും കുറയ്ക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിയന്ത്രണ സമയത്തെക്കുറിച്ച് ഡ്രൈവർമാരെയും ട്രാൻസ്പോർട്ട് കമ്പനി ഉടമകളെയും അറിയിക്കാൻ RTA സഹകരിച്ച് പ്രവർത്തിക്കും. കൂടാതെ നിയമലംഘകർക്ക് കനത്ത പിഴയും ചുമത്തും. ട്രക്ക് നിരോധന നിയമങ്ങൾ പാലിക്കാത്തതിന് ഈ വർഷം 792 പേർക്ക് പിഴ ചുമത്തിയിട്ടുണ്ട്. പിഴ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ ഒഴിവാക്കാൻ നിയമങ്ങൾ പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ വർഷം ഏപ്രിൽ മുതൽ ഷൈഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ രാവിലെയും വൈകിട്ടും തിരക്കേറിയ സമയങ്ങളിൽ ട്രക്കുകൾ നിരോധിച്ചിട്ടുണ്ട്. ഷൈഖ് സായിദ് റോഡിലും ഷാർജയ്ക്കും സമീപമുള്ള മറ്റ് താമസ പ്രദേശങ്ങളായ അൽ മിസ്ഹർ, അൽ മുഹൈസിന, ഊദ് അൽ മുത്തീന എന്നിവിടങ്ങളിലും രാവിലെ 6 മുതൽ രാത്രി 10 വരെ ട്രക്കുകൾ നിരോധിച്ചിട്ടുണ്ട്. ഗതാഗതം സുഗമമാക്കുന്നതിന് എയർപോർട്ട്, ഒമാൻ, ദമാസ്കസ് സ്ട്രീറ്റുകളിൽ രാവിലെ 6:30 മുതൽ 8:30 വരെയും ഉച്ചയ്ക്ക് 1 മുതൽ 3 വരെയും വൈകിട്ട് 5:30 മുതൽ രാത്രി 8:30 വരെയും നിയന്ത്രണം നിലവിലുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഇതേ സമയത്തെ അപേക്ഷിച്ച് പ്രവാസികളുടെ എണ്ണത്തിലെ വർധനയുടെ തോത് കൂടിയിട്ടുണ്ട്. ജനസംഖ്യ കൂടിയതും അപകടങ്ങൾ കൂടാൻ കാരണമായി വിലയിരുത്തുന്നുണ്ട് ദുബായ്. അതുകൊണ്ട് തന്നെ കടുത്ത നിയന്ത്രണങ്ങളാണ് ദുബായ് കൊണ്ടുവരാനിരിക്കുന്നത്. നിയമം ലംഘിക്കുന്നവർക്ക് കടുത്ത പിഴയും നിയമ നടപടികളും നേരിടേണ്ടി വരുമെന്ന് അധികൃതർ താക്കീത് നൽകുന്നുണ്ട്. എന്തായാലും ജനസംഖ്യയിലുള്ള വർധനവ് ദുബായിലെ അപകടങ്ങളെ കാര്യമായി ബാധിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ സമയത്തെ അപേക്ഷിച്ച് പ്രവാസികളുടെ എണ്ണത്തിലെ വർധനയുടെ തോത് കൂടിയിട്ടുണ്ട്. മാർച്ച് വരെയുള്ള കണക്കനുസരിച്ച് ദുബായ് എമിറേറ്റിലെ ആകെ ജനസംഖ്യ 36.80 ലക്ഷമാണ്. കഴിഞ്ഞ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള 3 മാസങ്ങളിൽ 25,489 പേരാണ് എത്തിയത്. സമ്പന്നരായ നിരവധി പേർ നിക്ഷേപത്തിന് ഈ മഹാനഗരത്തെ തെരഞ്ഞെടുക്കുന്നതിന് പുറമെ ഗോൾഡൻ വിസ, സിൽവർ വിസ എന്നിവ അടക്കമുള്ള പുതിയ റെസിഡൻസി സ്കീമുകളും ധാരാളം വിദേശികളെ ആകർഷിക്കുന്നുണ്ട്. 2021 ജനുവരിക്ക് ശേഷം എമിറേറ്റിലെ ജനസംഖ്യ 2.69 ലക്ഷം വർദ്ധിച്ചു. ഓരോ മാസവും ശരാശരി 6,900 പുതിയ താമസക്കാരുടെ വർധനവാണിത് കാണിക്കുന്നത്. ശക്തമായ സാമ്പത്തിക വളർച്ച കൂടുതൽ വിദേശ കമ്പനികളെ എമിറേറ്റിൽ ആകർഷിക്കുന്നതിനാൽ വരും വർഷങ്ങളിലും ദുബായിലും UAEയിലും പ്രവാസി ജനസംഖ്യ വർദ്ധിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.